മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ 5ാം ക്ലാസ്സുകാരിയുടെ കൈ തല്ലി ഒടിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ കേസ്. വടകര സ്വദേശി ബൽരാജിനെതിരെ ജുവനൈൽ ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. ക്ലാസ്സിൽ വെച്ച് അധ്യാപകന്റെ അടിയേറ്റ് 5ാം ക്ലാസ്സുകാരിയുടെ കൈയുടെ എല്ല് പൊട്ടിയെന്നാണ് കുടുംബത്തിന്റെ പരാതി. വടികൊണ്ടാണോ അടിച്ചത്? എങ്ങനെയായിരുന്നു അത്? എല്ലാവരും അടിക്കലുണ്ട്, ആൺകുട്ടികളൊക്കെ അടിക്കലുണ്ട്. അത് പെൺകുട്ടികൾ അടിക്കലുണ്ട്, ആൺകുട്ടികൾ അടിക്കലുണ്ട്. നല്ല സ്ട്രോങ്ങിൽ തന്നെ അടിക്കല്. ആ സമയത്ത് പറഞ്ഞിരുന്നു, അടി കിട്ടിയ സമയത്ത് വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നോ ടീച്ചറോട്? ഞാൻ ടീച്ചറിനോട് അറിഞ്ഞിരുന്നു. സാറിനോട് പറഞ്ഞോട് സാർ ആ കൈയായിട്ട് തന്നെ ഏൽപ്പിച്ചു പറഞ്ഞു. ഇതിപ്പോ സ്കൂളിൽ നിന്ന് സംഭവിച്ചിട്ട് പറഞ്ഞതാണ്. സ്കൂളിൽ നിന്ന് മാഷ് ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. മാഷ് തന്നെയാണ് വിളിച്ചത്. മാഷ് പറഞ്ഞത് ഇത്ര ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ള ദരിദ്രരാണ്. അവള് ചെറുതായിട്ട് ക്ലാസ് ശ്രദ്ധിക്കാതെ ചെറുതായിട്ട് ശിക്ഷിച്ച് അപ്പൊ തുടങ്ങിയ കരച്ചിലാണെന്ന് ഞാൻ പറഞ്ഞത്. കൈക്ക് ഇങ്ങനെ പറ്റിയതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാഷിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോഴാണ് കൈക്ക് വല്ലാത്ത വീക്കം കരിവാളിപ്പൊക്കെ ഉള്ളതും ഒക്കെ കാണുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് എക്സ്റേ എടുത്തപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞ് പൊട്ടലുണ്ട്. വിവരങ്ങളുമായി അരുൺ അമൃതാഥ് മലപ്പുറത്ത് നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, അതിക്രൂരമായ നടപടിയാണ് അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈ തല്ലി ഒടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിവരങ്ങൾ? ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് മോത്തി. സ്കൂൾ അധികൃതരുടെ വിശദീകരണം നമുക്ക് എന്തായാലും അനിവാര്യമായിട്ടുണ്ട്. അത് ഇതുവരെയും അവരുടെ വിശദീകരണം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്നലെയാണ് പോലീസ് കേസെടുത്തത്. അത് കുടുംബത്തെ പരാതി തുടർന്നാണ് പോലീസ് കേസെടുക്കുന്നത്. അതായത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. വിദ്യാർത്ഥി 2-3 ദിവസമായി പനിയായതിനെ തുടർന്ന് സ്കൂളിൽ പോകാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇന്നലെയാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അധ്യാപകൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിറകിൽ നിന്നെത്തി ചൂരൽ കൊണ്ട് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് കുട്ടിയും കുടുംബവും പറയുന്നത്. ആ അടിയിൽ കൈയുടെ എല്ലിന് പൊട്ടലേറ്റതായും ആശുപത്രിയിൽ എത്തിയപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ അധ്യാപകർ തന്നെയാണ് കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. തുടർന്ന് കയ്യിൽ നീരനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പോവുകയായിരുന്നു. അങ്ങനെ എല്ലിന് പൊട്ടുള്ളതായും ഈ സ്കാനിങ്ങിൽ കണ്ടെത്തി. അധ്യാപകർ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതിനെതിരെയും കുടുംബം ഇത്തരത്തിൽ പരാതി ഉന്നയിക്കുന്നുണ്ട്. പിന്നാലെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി. പിന്നാലെയാണ് ഈ വടകര സ്വദേശിയായ അധ്യാപകനെതിരെ കേസെടുക്കുന്നത്. കുട്ടി 10 വയസ്സ് മാത്രമാണ് കുട്ടിയുടെ പ്രായം. അതിനാൽ തന്നെ ജുവനൈൽ ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ബാലാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. മോത്തി.